പല റേഷൻ കടകളിലും ഈ കരാറുകാരുടെ സമരം അതൊക്കെ വലിയ രീതിയിൽ സർക്കാരിന് തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ആളുകളുടെ ഒരു വിമർശനം സർക്കാരിന് നേരെ തിരിച്ചുവിടുന്ന തരത്തിൽ ഈ കരാറുകാർ സമരത്തിലേക്ക് പോകുന്നു, സാധനങ്ങൾ സമയത്ത് എത്താതിരിക്കുന്നു. അങ്ങനെയുള്ള പലവിധ പ്രതിസന്ധികളെ എങ്ങനെയാണ് താങ്കൾ അതിജീവിച്ചത് എന്നതുകൂടി പറയുകയാണെങ്കിൽ അത് പ്രേക്ഷകർക്കും കുറച്ചുകൂടി അവരുടെ ഒരു ചോദ്യമാണത്. കേരളത്തിലെ കരാറുകാർ നമ്മുടെ ഇവിടുത്തെ സാധാരണ ആളുകളാണ്. പലരും 1, 2, 3 ലോറികളുമായി ലോറി സ്വന്തമായിട്ടുള്ള ആളുകളാണ് ഈ കരാറിൽ വന്നിട്ടുള്ള ആളുകൾ. എന്നാൽ കേരളത്തിന് പുറത്തെടുത്ത് നോക്കിയാൽ വലിയ കമ്പനികളാണ് പൊതുവിതരണ രംഗത്താണെങ്കിലും മറ്റ് സ്ഥാപനങ്ങളിലാണെങ്കിലും ഇത്തരം ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 2, 3 വർഷക്കാലം കുടിശ്ശിക വന്നാൽ പോലും അവർക്ക് അതൊരു സാമ്പത്തിക പ്രശ്നമായിരിക്കില്ല. എന്നാൽ കേരളത്തിൽ ഒരു മാസക്കാലത്തെ അവരുടെ വേതനമാണെങ്കിലും അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആണെങ്കിലും കുടിശ്ശിക വന്നുപോയാൽ അവരുടൻ തന്നെ പണി നിർത്തിവെക്കേണ്ടുന്ന, പണിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അപ്പം നമുക്ക് അത്തരം സാഹചര്യത്തിൽ കൃത്യമായി അവർക്ക് പണം കൊടുത്തുകൊണ്ട് ഈ 2 മാസക്കാലത്തിന് മുമ്പ് വരെ 1 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 മാസത്തെ കുടിശ്ശികയുണ്ട്. അത് കൊടുക്കാനുള്ള നടപടികളായിട്ടുണ്ട്. അപൂർവം ചില ഗോഡൗണുകളിൽ മാത്രമാണ്, അപൂർവം ചില റേഷൻ കടകളിൽ മാത്രമാണ് ആ ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത്. ഒരു ദിവസമോ ഒരാഴ്ചയോ 1 മാസമോ ഇത്തരം ആളുകൾ പണിമുടക്കിയാൽ കേരളത്തെ പൊതുവിതരണ രംഗത്തെ ബാധിക്കില്ല എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ സൈറ്റിൽ കയറി നോക്കാം. ഈ മണിക്കൂറിൽ എത്ര ആളുകൾ റേഷൻ വാങ്ങി എന്നുള്ള കാര്യം, ഓരോ ദിവസവും വാങ്ങുന്നതിൻ്റെ കണക്കറിയാൻ കഴിയും, ഓരോ മാസത്തെയും വാങ്ങുന്നതിൻ്റെ കണക്കറിയാൻ കഴിയും. അപൂർവം ചില റൂട്ടുകളിൽ ചില ഗോഡൗണുകളുമായി ബന്ധപ്പെട്ട് തീരെ നിവൃത്തിയില്ലാത്ത കോൺട്രാക്ടർമാർ അവർ വാഹനമെടുക്കാത്തൊരു നിലപാട് എടുത്തിട്ടുണ്ട്. ഒരു 6-7 കേന്ദ്രങ്ങൾ മാത്രമാണ് കേരളത്തിൽ അത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മറ്റ് സ്ഥലങ്ങളിൽ ആ വിതരണത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് ഈ അവസരത്തിൽ പ്രേക്ഷകരോട് പറയുകയാണ്. എന്നാൽ ഭീതി പരത്തുന്ന തരത്തിലുള്ള പല വർത്തമാനങ്ങളും ചില കേന്ദ്രങ്ങളിൽ ചുമട്ടുതൊഴിലാളികളുടെ കയറ്റിറക്കുമായി ബന്ധപ്പെട്ട ചില ക്ഷേമ ബോർഡിലെ പണം അടയ്ക്കാത്തതിൻ്റെ വിഷയങ്ങൾ ചില കോൺട്രാക്ടർമാർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ വരും. അതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലാതെ കേരളത്തിലൊട്ടാകെ 14,000-ൽ പരം റേഷൻ കടകളിൽ ഒരു പൊതുവിഷയമായി ചിത്രീകരിക്കുന്ന രീതി ശരിയായ ഒരു നിലപാടല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ജനങ്ങൾക്ക് ഒരാളിന് പോലും 1 മാസവും അരി വിതരണം അരി നൽകാത്ത ഒരു നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. എന്തെങ്കിലും തടസ്സമുണ്ടായാൽ അവർക്ക് വാങ്ങാൻ കഴിയുന്ന തരത്തിൽ സമയം നീട്ടിക്കൊടുക്കുന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. എന്നുമാത്രമല്ല, ഒരു കടയിൽ എന്തെങ്കിലും സ്റ്റോക്കിൻ്റെ കുറവുണ്ടായാൽ ഏത് കടയിൽ നിന്ന് വേണമെങ്കിലും അരി വാങ്ങാൻ കഴിയുന്ന സൗകര്യമുള്ള സംവിധാനമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകാനിടയില്ല എന്നതാണ് വസ്തുതാപരമായി എനിക്ക് പറയാനുള്ളത്.